ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് പൂവും ചെടിയൊക്കെ വെച്ചിട്ടൊരു ബൊക്കെ ഉണ്ടാക്കിയാലോ. അപ്പോൾ അത്യാവശ്യം കാണാൻ കൊള്ളുന്ന നല്ല ചെടിയെല്ലാം ഞാൻ പറിച്ചെടുത്തു. ചെടിയൊക്കെ പറിച്ചെടുക്കുമ്പോൾ വീട്ടിൽ ചോദിച്ചിട്ട് എടുക്കാവുള്ളൂ, നോട്ട് ദി പോയിന്റ്, ചോദിച്ചിട്ട് എടുക്കാവുള്ളൂ. എല്ലാം അമ്മയുടെ നല്ല അടി കിട്ടുവേ. അപ്പം ഞാൻ അത്യാവശ്യം ചെടിയൊക്കെ പറിച്ചെടുത്തത്. ഈ ചെടി കണ്ടോ, ഇത് നല്ല രസമുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ അതിൻ്റെ അറ്റത്ത് റെഡ് കളർ പൂവുള്ളത് കൊണ്ട് അതും കൂടെ പറിച്ചെടുക്കാണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്ത ഈ ചെടി പോരത്തില്ല. ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് തന്നെ അങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. എന്നിട്ട് അത് പറിക്കാൻ നോക്കിയിട്ട് ആ സൈഡിൽ എനിക്ക് പോരുന്നില്ലായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് പിന്നെ പൂവില്ലാത്ത ഭാഗം ഞാൻ പോയി പറിച്ചെടുത്തു കേട്ടോ. അതും കുറച്ച് ടാസ്ക് ആയിരുന്നു പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വലിച്ചെടുക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാനതിങ്ങനെ പറിച്ചെടുത്തു. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ, ഇതൊക്കെ എന്താ ചെടിയെന്നൊന്ന്. അപ്പോൾ ലാസ്റ്റ് ഞാനത് പറിച്ച് കുറച്ചേ എടുത്തുള്ളൂ. കാരണം നമ്മളൊരു ചെറിയ ബൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കിന് അതിനാവശ്യമായിട്ടുള്ള മാത്രം കുറച്ച് ചെടിയെ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. എനിക്ക് ആ പൂവുള്ള ഭാഗം പറിച്ചെടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് ഒട്ടും പോരുന്നില്ലായിരുന്നു. അതിങ്ങനെ വലിക്കുമ്പോൾ ലൈക്ക് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തതിലെടുത്ത് പോരത്തുള്ളത്. അപ്പോൾ ഞാൻ കൈകൊണ്ട് പിന്നെ അത് പിന്നെ മെനക്കെടാനും പോയില്ല. പിന്നെ ഞാനത് മൊത്തം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ കുറേ പച്ചപ്പ് മാത്രം പോരല്ലോ, കുറച്ച് കളർഫുള്ളും കൂടെ ആവണ്ടേ. അപ്പം നമുക്ക് കുറച്ച് വാടാമുല്ലയും കൂടെ പറിച്ചെടുക്കാൻ നിർത്തി കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് നല്ല വാടാമുല്ല ഒരു 5-6 പറിച്ചെടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ള വാടാമുല്ല അത്. കാരണം അധികമായി അമൃത് വശം ഒത്തിരി ആഡംബരമാക്കി കളർഫുൾ ആക്കി കഴിഞ്ഞാൽ അതും വൃത്തികേടായി പോകത്തില്ല. അപ്പോൾ ഞാൻ വളരെ കുറച്ചെടുത്തില്ല. അപ്പോൾ ഇത്രയും വാടാമുല്ലയാണ് നമ്മൾ പറിച്ചെടുത്തത്. പിന്നെ ഈ ചെടി ഉണ്ടല്ലോ, ചെടിയല്ല, ഈ പൂ ഇങ്ങോട്ട് എൻ്റെ കൂടെ പോരുന്നതെന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം തന്നെ ഇറങ്ങിപ്പോകുന്നു. കാരണം മറ്റുള്ളവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി എന്താ പറയുക, വലിച്ച് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുത്തില്ല. അപ്പോൾ ഇത്രയും പൂവാണ് നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ചെടിയെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കുക. എന്നിട്ടൊരു കയറെടുക്കുക, കയറോ എന്തെങ്കിലും അയ്യയുടെ, മറ്റേ ഞാൻ അയ്യയുടെ ഒരു വള്ളി എടുത്തു കേട്ടോ. അതായത് നമ്മൾ തുണിയൊക്കെ വിരിച്ചെടുത്തില്ലേ, അതിൻ്റെ ഒരു അയ്യയുടെ വള്ളി എടുത്തു. അല്ലാതെ നിങ്ങൾക്ക് മറ്റേ ചക്കനൂലും ലൈക്ക് എന്തെങ്കിലും ഒക്കെ എടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്ത് നമ്മുടെ ചെടിയെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അത് കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇത് റാപ്പ് ചെയ്യണമല്ലോ, എന്നാലേ കുറച്ചും കൂടെ ഭംഗി തോന്നത്തുള്ളൂ. സോ അതിനൊരു എസ്തറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പർ ആട്ടോ എടുത്ത്, ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ കൈ പിടിക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇങ്ങനെ നടുവേ കയറിയിട്ട് നമ്മൾ ഈ സാരിക്കൊക്കെ ഞൊറിയില്ലേ, അതുപോലെ ഞൊറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മടക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മടക്കി എടുത്തിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് അത് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പേപ്പർ കേട്ടോ, അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അങ്ങനെ ജസ്റ്റ് ആ ഫ്രണ്ട് ഭാഗം നമ്മളിങ്ങനെ പോർഷൻ കവർ ചെയ്തെടുക്കുക. അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് ആ ന്യൂസ് പേപ്പറിൻ്റെ ബാക്കിനെ വെച്ചിട്ട് അതും കൂടെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ജസ്റ്റ് വെച്ചപ്പോഴത്തേക്കിന് സെറ്റായില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഊരിയിട്ട് രണ്ടാമത് ഒന്നുകൂടെ റാപ്പ് ചെയ്ത് വെച്ചപ്പോഴത്തേന് അത് അടിപൊളിയായി സെറ്റായിട്ട് കിട്ടി. ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് ഭയങ്കര രസമുണ്ട് കിട്ടി. ഞാൻ വിചാരിച്ചതിനേക്കാൾ സെറ്റായിരുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഈ ബൊക്കയ്ക്ക് കേട്ടോ. പിന്നെ നമ്മുടെ ആ കയറില്ല, അതും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബൊക്കയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ലൈക്ക് ഇത്ര അടിപൊളിയായിട്ട് കിട്ടുമെന്ന്. സോ നമ്മുടെ ബൊക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.